ജീവനക്കാരുടെ സംഘടനകളുടെ എതിർപ്പ് മറികടന്ന് സ്മാർട്ട് മീറ്റർ പദ്ധതിയുമായി കെഎസ്ഇബി മുന്നോട്ട്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ REC-PDCL-നെ ഒഴിവാക്കി സ്മാർട്ട് മീറ്റർ പദ്ധതി കെഎസ്ഇബി നേരിട്ട് നടപ്പാക്കും. ഇതിനായി ബോർഡ് ടെൻഡർ വിളിച്ചു. ടെൻഡറിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ഉപയോക്താക്കൾക്ക് വൻ ബാധ്യത വരുത്തുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കാനാണ് കെഎസ്ഇബിയുടെ തീരുമാനം. ഉപയോക്താക്കളുടെയും വൈദ്യുതി ബോർഡിലെ സംഘടനകളുടെയും കടുത്ത എതിർപ്പ് മറികടന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. 37 ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാൻ ടെൻഡർ വിളിച്ചു. ഈ മാസം 20 മുതൽ ടെൻഡർ സമർപ്പിക്കാം. പദ്ധതിക്കായി REC-PDCL-നെ തെരഞ്ഞെടുത്തെങ്കിലും സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് കരാർ ഒപ്പിട്ടിരുന്നില്ല. കെഎസ്ഇബി ഇത് നേരിട്ട് നടത്തണമെന്നായിരുന്നു യൂണിയനുകളുടെ ആവശ്യം. ഇത് മാത്രം അംഗീകരിച്ചു. ഈ മാസം 3-ന് ചേർന്ന ബോർഡ് യോഗം സംഘടനകൾ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തു. ആവശ്യങ്ങൾ പഠിക്കാൻ 5-അംഗ സമിതിയെ നിയോഗിച്ചു. ഈ മാസം 28-ന് റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. പദ്ധതി വൈകുന്നത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പിനെ ബാധിക്കുമെന്ന ന്യായം പറഞ്ഞാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ടെൻഡർ നടപടികളിലേക്ക് ബോർഡ് കടന്നത്. അതേസമയം ടോട്ടക്സ് മാതൃകയിൽ സ്മാർട്ട് മീറ്റർ വ്യാപനം നടത്തരുതെന്ന സംഘടനകളുടെ നിലപാട് തള്ളിയാണ് ടെൻഡർ വിളിച്ചത്. സ്മാർട്ട് മീറ്റർ പദ്ധതി കടമെടുപ്പിനെ ബാധിക്കില്ലെന്നും സംഘടനകൾ വാദിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.